അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു നാടൻ സ്റ്റൈൽ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ പ്രോൺസ് ഒക്കെ നന്നായി കഴുകി അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ വേറെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോൺസിനെ ഒന്ന് ചെറുതായിട്ട് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ പ്രോൺസ് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് പോകും. പ്രോൺസ് ഒരുപാട് നമ്മൾ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മാത്രം നമ്മൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതിയാവും. അതിലേക്ക് ഇടുമ്പോഴും ഒരുപാട് ചെമ്മീൻ ഒരുമിച്ചിട്ടിട്ട് കുറേ നേരം വറുത്തൊന്നും എടുക്കണ്ട. ജസ്റ്റ് ആ ഒരു ചട്ടിയിൽ കൊള്ളുന്ന, അതായത് എല്ലാ ചെമ്മീനും ഒന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഉള്ള അത്രയും ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്രയും നേരം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ വീണ്ടും അതിനെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അത് നന്നായിട്ട് കുക്കായിക്കോളും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്താൽ നമ്മുടെ ചെമ്മീൻ ഒന്ന് ഭയങ്കര കട്ടിയായി പോകും. അപ്പോൾ കടിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു 2-3 മിനിറ്റ് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് ചെമ്മീൻ നമ്മൾ മാറ്റി വെക്കുക. നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന ചെമ്മീനെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നില്ലെങ്കിൽ സെയിം ചട്ടി തന്നെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ടാണ്. വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നന്നായിട്ട് ഒന്ന് വഴന്നു വരണം. അതിനുവേണ്ടി ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എക്സ്ട്രാ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേപ്പിലയും വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കേട്ടോ. പച്ചമുളക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ പൊടികൾ ഇടുമ്പോൾ കുരുമുളകിന്റെ എരിവൊക്കെ വന്നോളും. എന്നാലും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് അതൊന്ന് വീണ്ടും മസാലയും കൂടി അതിലേക്കൊന്ന് പിടിക്കാൻ പാകത്തിന് ഒന്ന് വഴറ്റിയെടുക്കണം. മസാല റോസ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ 1-2 കുടംപുളി എടുക്കുക, പുളിക്കനുസരിച്ച് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഈ മസാല റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ആ വെള്ളവും കുടംപുളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളവും ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ കുടംപുളിയും വെള്ളവും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ആഡ് ചെയ്ത വെള്ളവും ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. കുറേ നേരം നമ്മൾ ഇളക്കുകയൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഫുൾ ടൈം നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. ആ വെള്ളം ഒന്ന് വറ്റി നമുക്ക് ആ ഒരു റോസ്റ്റിന്റെ പരുവത്തിലാവുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ വെള്ളമൊക്കെ വറ്റി നന്നായി ചെമ്മീൻ റോസ്റ്റായി വന്നിട്ടുണ്ട്. ആ മസാലയും പുളിയും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതൊന്നും കൂടി ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം എടുക്കുമ്പോഴേക്കും ഇതിന്റെ കളർ തന്നെ മാറിയിട്ടുണ്ടാവും. കുടംപുളി ഇട്ടേക്കുന്നതുകൊണ്ട് ചെറിയൊരു ഡാർക്ക് ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ടാവും നമ്മുടെ പ്രോൺസ് റോസ്റ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ.